പണ്ട് 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 അങ്ങ് ഈജിപ്തിൽ മരണപ്പെട്ടവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്ന വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ബുക്കുണ്ടായിരുന്നു. ആ ബുക്കിലെ നരബലികൾ നോക്കി കൊല ചെയ്യുന്ന ഒരു സൈക്കോയുടെ മൂവി കണ്ടാലോ? മൂവിയുടെ തുടക്കത്തിൽ ഒരു കപ്പിൾ അവരുടെ ഗൈഡിനെയും കൂട്ടി മരുഭൂമിയിലെ ഒരു ട്രഷർ കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. ജെയിംസും ഒലിവിയയും. അവർ കപ്പിൾസ് ആണ്. ആ മാമലിച്ചിരി പ്രായമുണ്ടെങ്കിലും അവർ കപ്പിൾ തന്നെയാണ്. എന്തായാലും അവർ വന്ന സ്ഥലത്തു നിന്നും ട്രഷറിലേക്കുള്ള വഴി കണ്ടെത്തി അതിനടുത്തെത്തുന്നു. അവരവിടെ വന്നത് ഒരു ഏൻഷ്യൻ ബുക്കിന് വേണ്ടിയായിരുന്നു. ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 9 സാക്രിഫൈസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മരിച്ചുപോയ മകളെ തിരിച്ചു കിട്ടും എന്നായിരുന്നു ജെയിംസിന്റെ വിചാരം. ബുക്ക് കിട്ടിയ ഉടനെ തന്നെ ജെയിംസ് കൂടെയുള്ള ഗൈഡിനെ കൊന്നുകളയും. അവൻ അവിടെ കണ്ടതൊന്നും പുറത്തുപോയി പറയാണ്ടിരിക്കാൻ വേണ്ടിയായിരുന്നു അത് കഴിഞ്ഞ് ജെയിംസ് ഒലിവിയോട് അവിടുത്തെ സാക്രിഫൈസിംഗ് ടേബിളിൽ കയറി കിടക്കാൻ പറയും. ഒലിവിയ ആദ്യം പറ്റില്ല എന്ന് പറയുമെങ്കിലും മകൾക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോഴും ജെയിംസിന്റെ നിർബന്ധം കാരണവും അവൾ അതിൽ കയറി കിടക്കും. ശേഷം ജെയിംസ് അതിനു ചുറ്റും തീയിടും. എന്നിട്ട് ആ ബുക്കിലെ മന്ത്രങ്ങൾ പറയാൻ തുടങ്ങും. അപ്പോഴേക്കും എല്ലാ ട്രഷർ ഹണ്ട് മൂവികളിലെ പോലെ തന്നെ അവിടെ ഒരു ഭൂമികുലുക്കം വരുന്നു. ഇതെല്ലാം കൂടി കണ്ടിട്ട് ഒലിവിയ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കും. അപ്പോൾ ജെയിംസ് അവളോട് പേടിക്കണ്ട, ഡാർക്ക്നെസ് നമുക്ക് നമ്മുടെ മകളെ തിരിച്ചു കൊണ്ടുതരും, നീ അവിടെ കിടന്നോ എന്ന് പറയും. ഇത് കേട്ട് ഇവനെന്താ കിളി പോയോ എന്ന പോലെ ഒലിവിയെ നോക്കി നിൽക്കുമ്പോൾ ഇപ്പൊ ശരിക്കും പോയി. കല്ല് വന്ന് മണ്ടയ്ക്കൂടെ വീണിട്ടും പൊട്ടം പറയുന്നത് ഡാർക്ക്നെസ് എന്നെ റിസറക്ട് ചെയ്യുമെന്നൊക്കെയാ. എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലായ ഒലിവിയ ആ ബുക്കും എടുത്ത് അവിടെ നിന്ന് പോകും. ആ സ്ഥലം മുഴുവൻ ആസ് യൂഷ്വൽ ആ ഭൂമികുലുക്കത്തിൽ നശിക്കും. പിന്നെ കാണിക്കുന്നത് ഒരുപാട് കാലം കഴിഞ്ഞുള്ള കാര്യമാണ്. ഒലിവിയ ആ ബുക്കും കൊണ്ട് റഷ്യയിൽ വന്നു. അവിടെ അവൾ വിച്ച് ക്രാഫ്റ്റ് പോലെ എന്തോ ചെയ്ത് മരിച്ചവരുടെ ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന പരിപാടിയാണ്. മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കാണാൻ ഒരുപാട് പേർ ഒലിവിയയുടെ അടുത്ത് വരും. പക്ഷെ ഇതിനിടയ്ക്ക് ഒലിവിയയ്ക്ക് ആ ബുക്ക് നഷ്ടമാകും. അതെവിടെ പോയി എന്ന തിരച്ചിലായിരിക്കും ഒലിവിയയും അവളുടെ ഫ്രണ്ട് ഡോക്ടർ വസിലി ഗൊലിറ്റ്സിയും. നല്ല പേര്. പുള്ളിയാണ് ഒലിവിയയെ റഷ്യയിൽ കൊണ്ടുവന്ന് ഈ ഷോ ചെയ്യിപ്പിക്കുന്നത്. പുള്ളി കുറച്ചൊക്കെ ഒലിവിയയിൽ നിന്നും പഠിക്കുന്നുമുണ്ട്. എന്നാൽ പ്രശ്നം എന്തെന്നാൽ ആ ബുക്ക് മോശപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു നല്ല റിസൾട്ട് ആയിരിക്കില്ല ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഒലിവിയ പറയും. ശേഷം കാണിക്കുന്നത് ഒരാൾ മാസാണെന്ന് കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് മാസറ്റ് നടന്നു വരുന്നതായിരിക്കും. പുള്ളി ഒരു ഡിറ്റക്റ്റീവാണ്, സെർഗേ റോസ്റ്റോവ്. അവിടെ അടുത്ത കാലത്തായി നടന്നുകൊണ്ടിരിക്കുന്ന കൊലകളെ പറ്റി എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്നറിയാനാണ് താടിയും തൊപ്പിയും ഒക്കെ ഒട്ടിച്ച് വന്നിരിക്കുന്നത്. അവിടെ വന്ന് ഷോ ഇറക്കിയിട്ട് നാട്ടുകാർ വെപ്പുതാടിയും പറിച്ച് കളഞ്ഞിട്ട് പഞ്ഞിക്കിടും. ചെക്കനാളയിൽ 2 അടി കൊണ്ടിട്ടാ അങ്ങോട്ടൊന്ന് കൊടുക്കുന്നത്. അവരാണെ 3-4 പേരുമുണ്ട്. പണി എന്തായാലും പാളുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ അസിസ്റ്റന്റ് തോക്കുമായിട്ട് വന്ന് അവരെല്ലാം പേടിപ്പിച്ച് ഓടിക്കും. ചെക്കന്റെ പേരാണ് ഫിയോഡോർ ഗെനിൻ. റഷ്യൻ പേരൊക്കെ കേൾക്കാൻ നല്ല ഗുമ്മുണ്ട്. എന്തായാലും ഗെനിൻ ഡിറ്റക്റ്റീവിനോട് പറയും ഒരു പെൺകുട്ടിയുടെ മരിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ മുഴുവൻ 4 മരണങ്ങളായെന്ന്. അതിനെപ്പറ്റി അറിയാനാ ഞാനിവിടെ വന്നതെന്ന് ഡിറ്റക്റ്റീവ് പറയുമ്പോൾ ഗെനിൻ ഡിറ്റക്റ്റീവിന്റെ ഒട്ടിപ്പ് മീശ വലിച്ചിളക്കിയിട്ട് പറയും, നിങ്ങളിത് പേസ്റ്റ് വെച്ചാണല്ലേ ഒട്ടിച്ചേക്കുന്നത്, അടുത്ത വട്ടം റസിൻ വെച്ച് ഒട്ടിക്ക്, അപ്പോൾ ഇടി കൊള്ളുമ്പോൾ ഇളകി പോകില്ലെന്ന്. ശേഷം അവർ 4th വിക്ടിമിന്റെ ബോഡി കിട്ടിയ സ്ഥലത്തേക്ക് വരും. ഇതിനു മുന്നേ കിട്ടിയ വിക്ടിമിന്റെ നാക്ക് മുറിച്ച് വാ തുന്നിക്കെട്ടിയ അവസ്ഥയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നെഞ്ച് മുറിച്ച് ഹൃദയം കാർന്നെടുത്ത് ഉള്ളിലൊരു മുട്ടയും വെച്ചിട്ടുണ്ട്. ആ മുട്ടയിൽ ഒരു പെന്റഗ്രാമിന്റെ പടവും ഉണ്ടായിരുന്നു. അതെന്തിനെ സൂചിപ്പിക്കുന്നതാണെന്നറിയാൻ ഡിറ്റക്റ്റീവും അസിസ്റ്റന്റും എത്തിപ്പെടുന്നത് നമ്മുടെ ഒലിവിയയുടെ ഫ്രണ്ടിന്റെ അടുത്താണ്. പുള്ളി പറയും ഇതൊരു പെന്റഗ്രാം ആണ്, ഇത് ഈവിൽ അല്ല, പകരം ഈവിലിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഡിറ്റക്റ്റീവ് അവിടെ തൂക്കിയിരുന്ന ഒലിവിയയുടെ ഷോയുടെ പോസ്റ്ററിൽ അതേ സിമ്പിൾ കണ്ട് ഇതെങ്ങനെയാണ് ഈ പോസ്റ്ററിൽ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയും ഇത് മജീഷ്യൻസിനും റീഡേഴ്സിനും ഒക്കെ ഇടയിൽ കോമൺ ആണെന്ന്. അത് കേട്ട് ഡിറ്റക്റ്റീവ് തനിക്കും ഈ ഷോ കാണണമെന്ന് പറയും. അങ്ങനെ ഡിറ്റക്റ്റീവും അസിസ്റ്റന്റും ആ ഷോ കാണാൻ വരുന്നു. ഒലിവിയ ഒരു വിച്ചിനെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് എന്തൊക്കെയോ പറയുകയും കയ്യിൽ നിന്നും തീയൊക്കെ വരുത്തുന്നുണ്ട്. ആ ഷോ കാണാൻ ഒരുപാട് പേർ വന്നിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെ ഒലിവിയ ആ റിച്വൽ തുടങ്ങും. ഒലിവിയ തീ കൊണ്ട് അവിടെ ഒരു പെന്റഗ്രാം ഉണ്ടാക്കും. ശേഷം ആത്മാക്കളെ വിളിക്കാൻ തുടങ്ങും. ഓരോരുത്തരുടെയും മരണപ്പെട്ട ആൾക്കാരുടെ മുഖങ്ങൾ ആ പെന്റഗ്രാമിന് മുകളിൽ വന്ന് മറയാൻ തുടങ്ങും. അതിൽ ഡിറ്റക്റ്റീവിന്റെ വൈഫും അസിസ്റ്റന്റിന്റെ അമ്മയും ഉണ്ടാകും. ഷോ ഒക്കെ കഴിഞ്ഞ് ഡിറ്റക്റ്റീവും അസിസ്റ്റന്റും ഒലിവിയെ ഫോളോ ചെയ്തു പോകും. നടക്കുന്നതിനിടയിൽ അസിസ്റ്റന്റ് അവന്റെ അമ്മയെ കണ്ട കാര്യം ഡിറ്റക്റ്റീവിനോട് പറയും. എന്നിട്ട് നിങ്ങൾ ആരെയാണ് കണ്ടതെന്ന് ചോദിക്കും. അതിന് ഡിറ്റക്റ്റീവ് ഞാൻ ആരെയും കണ്ടില്ലെന്ന് കള്ളം പറയും. പക്ഷെ അത് മനസ്സിലായിട്ട് അസിസ്റ്റന്റ് പറയും നിങ്ങൾക്ക് കള്ളം പറയാൻ അറിയില്ലെന്ന്. എന്നിട്ട് നോക്കുമ്പോൾ ഒലിവിയ അവളുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് കാണും. ഡിറ്റക്റ്റീവ് വേഗം അങ്ങോട്ട് ചെന്നിട്ട് ഒലിവിയെ ആ മുട്ട കാണിച്ചിട്ട് ഞാൻ പോലീസാണ്, ഈ സിമ്പിളിനെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയാവുന്നത് എന്ന് ചോദിക്കും. അതിന് ഒലിവിയ പറയും ഈ സിമ്പിളൊക്കെ ആർക്ക് വേണമെങ്കിലും വരയ്ക്കാവുന്നതേ
ഉള്ളൂ. നിങ്ങൾ അത്ര വലിയ പോലീസ് ആണെങ്കിൽ എന്റെ മോഷണം പോയ ബുക്ക് കണ്ടുപിടിച്ച് തരാൻ പറയും. അപ്പോൾ ഡിറ്റക്റ്റീവ് ഒലീവിയോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ സിംബൽ എന്താണെന്ന് അറിയാം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ വന്നതെന്ന്. അതിന് ഒലീവിയ ഡിറ്റക്റ്റീവിനോട് നിങ്ങൾക്ക് അവളെ ഒന്നുകൂടി കാണണമെന്നില്ലേ എന്ന് ചോദിക്കും. ഒലീവിയയ്ക്ക് മനസ്സിലായി ഡിറ്റക്റ്റീവ് ഷോയിൽ വെച്ച് അവിടെ വന്ന ആത്മാക്കളുടെ കൂട്ടത്തിൽ അവന് വേണ്ടപ്പെട്ട ആരെയോ കണ്ടിട്ടുണ്ടെന്ന്. ആ ചോദ്യം കേട്ട് അപ്സെറ്റായി ഡിറ്റക്റ്റീവ് കുതിരവണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോകും. എന്നിട്ട് അസിസ്റ്റന്റിനോട് പറയും ഒലീവിയെ സീക്രട്ടായി വാച്ച് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഗോഫർ എന്ന പേരുള്ള ഒരു ലോക്കൽ പയ്യന്റെ അടുത്ത് പോകും. അവനാണ് ആ നാട്ടിലെ തെരുവുകളിൽ നിന്നുമൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് പോലീസിന് സീക്രട്ടായി പറഞ്ഞു കൊടുക്കുന്നത്. പകരം അവൻ പൈസയും വാങ്ങും. അവൻ ഡിറ്റക്റ്റീവിനോട് പറയും, എല്ലാവരും പറയുന്നത് ഡെവിൾ ആണ് ഈ കൊലയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിച്ചിരിക്കുവാണെന്ന്. ഇത് കേട്ട് ഇതാണോടോ നിന്റെ വലിയ ഇൻഫർമേഷൻ എന്ന് ചോദിച്ച് അവന്റെ കയ്യിൽ നിന്നും പൈസ തിരിച്ച് വാങ്ങിച്ചിട്ട് ഓടിച്ചു വിടും. പക്ഷെ പയ്യൻ ഒരു ബുദ്ധിശാലിയാ. അവൻ പൈസയ്ക്ക് പകരം ഒരു പേപ്പറാണ് മടക്കി കയ്യിൽ കൊടുത്തത്. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒലീവിയയുടെ ഫ്രണ്ടിന്റെ വീടാണ്. അയാളുടെ മെയ്ഡിന് എന്തോ ഒരു കാര്യം സീക്രട്ടായി വെക്കാൻ വേണ്ടി പൈസ കൊടുക്കും. അത് വാങ്ങിയിട്ട് അവൾ പറയും, നിങ്ങൾ വളരെ വിക്കഡായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്, ആരും ഇത് കണ്ടുപിടിക്കാതിരിക്കട്ടെ എന്ന്. അത് കേട്ട് അയാൾ വീണ്ടും കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ട് പറയും, നീ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും ഇത് അറിയാൻ പോണില്ലെന്ന്. അങ്ങനെ ആ പൈസയും വാങ്ങി അവൾ അവിടെ നിന്നും പോകും. പക്ഷെ കുറച്ച് നടക്കുമ്പോഴേക്കും ഒരു കറുത്ത ജാക്കറ്റ് ഇട്ട ആൾ വന്ന് അവളെ പിടിച്ചു വലിച്ച് കുതിരവണ്ടിയിൽ ഇട്ടുകൊണ്ടു പോകും. ഇനി കില്ലർ നമ്മുടെ ഒലീവിയുടെ ഫ്രണ്ട് ആയിരിക്കുമോ? എന്തായാലും അടുത്തത് എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ കില്ലർ അവളെ ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുമായിരിക്കും. എന്നിട്ട് ഒലീവിയുടെ കയ്യിൽ നിന്നും മോഷണം പോയ ആ ബുക്ക് എടുത്തിട്ട് അതിലെ 5th സാക്രിഫൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കും. എന്നിട്ട് ഒരു ഇരുമ്പ് പീസ് പഴുപ്പിച്ചു കൊണ്ടുവന്ന് പെൺകുട്ടിയുടെ ദേഹത്ത് കുത്തും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അസിസ്റ്റന്റ് അടുത്ത ദിവസം രാവിലെ ഓഫീസിൽ വരുന്നതാവും. ഓഫീസിൽ വന്ന് നോക്കുമ്പോൾ ഡിറ്റക്റ്റീവ് ഇന്നലെ രാത്രി അവിടെയാ കിടന്നുറങ്ങിയതെന്ന് മനസ്സിലാവും. അസിസ്റ്റന്റ് ഡിറ്റക്റ്റീവിനോട് പുതുതായി കിട്ടിയ ഇൻഫർമേഷൻ പറയും. ഒലീവിയെ വാച്ച് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് അവൾ എപ്പോഴാ കിടന്നതെന്ന് തൊട്ട് എന്താ കഴിച്ചതെന്ന് വരെ പറയും. കൊച്ചു കള്ളൻ. ഇത് കൂടാതെ ഒരു സ്ത്രീ കില്ലറിനെ കണ്ടെന്നും പറയും. കറുത്ത ജാക്കറ്റ് ഇട്ട ഒരാൾ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതായി കണ്ടെന്നും അയാളുടെ കുതിരവണ്ടിക്ക് ബാക്കി ഒരു കുതിരവണ്ടിക്കും ഇല്ലാത്തതുപോലെ ഇടത്തോട്ട് ഒരു ചെരിവുണ്ടെന്നും പറയും. അപ്പോൾ ഡിറ്റക്റ്റീവ് അസിസ്റ്റന്റിനോട് പറയും, ഒലീവിയയ്ക്ക് ആത്മാക്കളോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ മർഡർ ചെയ്യപ്പെട്ട പെൺകുട്ടികളോട് സംസാരിക്കാൻ പറ്റില്ലേ എന്ന്. അതിന് അസിസ്റ്റന്റ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സോൾഡ് എവിഡൻസ് എന്ന് പറയുന്നത് ഈ കുതിരവണ്ടിയല്ലേ, അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നതല്ലേ ബെറ്റർ എന്ന് ചോദിക്കും. അത് കേട്ട് ഡിറ്റക്റ്റീവ് ശരിയാ പോകാമെന്നും പറഞ്ഞ് കയ്യിലെ റൂളർ എടുത്ത് ടേബിളിലിട്ട് കോട്ടെടുത്ത് പോകാൻ തുടങ്ങുമ്പോഴാ ഒരു കാര്യം ശ്രദ്ധിക്കുന്നേ. വിക്ടിംസിന്റെ ബോഡി കണ്ടെത്തിയ സ്ഥലങ്ങൾ തമ്മിൽ മാപ്പിൽ കൂട്ടി യോജിപ്പിച്ച ഒരു പെന്റഗ്രാം ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതനുസരിച്ച് അടുത്ത ബോഡി കിട്ടേണ്ടത് കസാൻസ് കത്തീഡ്രലിൽ നിന്നാണ്. ഇത് പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഒരു പോലീസുകാരൻ വന്ന് പറയും, അടുത്ത ബോഡിയും കിട്ടിയെന്ന്. ഇത് കേട്ട് ഡിറ്റക്റ്റീവ് കസാൻസ് കത്തീഡ്രലിൽ നിന്നാണോ കിട്ടിയെന്ന് ചോദിക്കും. അതിന് പോലീസുകാരൻ ആണെന്ന് മറുപടി പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോകും. ആ പെൺകുട്ടിയുടെ കണ്ണ് രണ്ടും ചൂഴ്ന്നെടുത്തിട്ടുണ്ടാവും. സെയിം പെന്റഗ്രാം മാർക്ക് നെഞ്ചിൽ ഇരുമ്പ് പഴുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതുകൂടി കാണുമ്പോൾ ഡിറ്റക്റ്റീവ് ഒലീവിയയുടെ അടുത്തേക്ക് വരും, മർഡർ ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ ആത്മാവിനോട് സംസാരിക്കാൻ. നമ്മുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ കുതിരവണ്ടികൾ പണിയുന്ന സ്ഥലങ്ങളിൽ പോയി അവിടെ ആരെങ്കിലും ആ കുതിരവണ്ടി കണ്ടിട്ടുണ്ടോ അതോ പണിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ തിരക്കും. അതേസമയം ഇവിടെ ഡിറ്റക്റ്റീവ് ഒലീവിയയ്ക്ക് മരിച്ച പെൺകുട്ടികളുടെ ബിലോങ്ങിങ്സ് കൊടുക്കും. അത് വെച്ചാണ് ആത്മാവിനെ വിളിക്കുന്നത്. ഡിറ്റക്റ്റീവ് ആദ്യം അതിൽ നിന്നും ഒരു മോതിരം എടുത്തു കൊടുക്കും. ഒലീവിയ അവളുടെ പരിപാടി തുടങ്ങും. അവൾ ആ മോതിരത്തിന് ഉടമയായ പെൺകുട്ടിയോട് സംസാരിച്ച് അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് പറയാൻ തുടങ്ങും. നമുക്ക് തോന്നും ഇതൊക്കെ വിശ്വസിക്കാൻ ഈ ഡിറ്റക്റ്റീവ് എന്താ ഇത്ര മണ്ടനാണോ എന്ന്. പക്ഷേ പെട്ടെന്ന് ഡിറ്റക്റ്റീവ് ഒലീവിയോട് മതിയാക്കാൻ പറയും. ഇത് ആ മരണപ്പെട്ട പെൺകുട്ടികളിൽ ആരുടെയും മോതിരമല്ല, എന്റെ വൈഫിന്റേതാണെന്ന്. എന്നിട്ട് ഒലീവിയ ഈ റിച്വൽ ചെയ്യുമ്പോൾ ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ ചെയ്യുന്ന ട്രിക്കൊക്കെ കണ്ടുപിടിക്കും. ലൈറ്റൊക്കെ മിന്നിക്കാൻ ഉപയോഗിക്കുന്ന സാധനമൊക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് ഒലീവിയോട് മര്യാദയ്ക്ക് സാധനമൊക്കെ എടുത്ത് സ്റ്റേഷനിലേക്ക് വരാൻ പറയും. സ്റ്റേഷനിൽ ചെന്ന് ഒലീവിയയ്ക്ക് ഡിറ്റക്റ്റീവ് ഓരോ വിക്ടിംസിന്റെ ബോഡി കാണിച്ചു കൊടുക്കും. ഓരോരുത്തരെയും കില്ലർ എങ്ങനെയാണ് കൊന്നതെന്ന് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കേട്ട് ഒലീവിയ തളർന്നവിടെ ഇരുന്നു പോകും. അവിടെ ഇതെല്ലാം നടക്കുമ്പോൾ കില്ലർ ഇവിടെ അടുത്ത പെൺകുട്ടിയെ കൊല്ലുമായിരിക്കും. അവൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതായി ഒലീവിയയ്ക്ക് ഒരു വിഷൻ വരും. അതായത് ഒലീവിയ മുഴുവൻ കള്ളത്തരമല്ല കാണിക്കുന്നത്, അവൾക്ക് വിഷൻസ് വരാറുണ്ട്. ഇതവൾ പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റീവിനോട് പറയും. പക്ഷെ ഒലീവിയയുടെ നേരത്തെ കള്ളത്തരം തൂക്കിയത് കൊണ്ട് ഡിറ്റക്റ്റീവിന് അത് വിശ്വസിക്കാനായില്ല. ഡിറ്റക്റ്റീവ് അവളോട് സ്റ്റേഷനിൽ നിന്നും പോകാൻ പറയും. ഒലീവിയ ദേഷ്യമൊന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പക്ഷെ നേരെ പോകുന്നത് അവൾ വിഷനിൽ കണ്ട ആ സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ സത്യത്തിൽ അവിടെ വെള്ളത്തിൽ ഒരു പെൺകുട്ടിയുടെ ബോഡി ഉണ്ടാകും. ഒലീവിയ അത് നോക്കി ഭയപ്പെട്ടു നിൽക്കുന്നത് അവളെ ഫോളോ ചെയ്തു വന്ന അസിസ്റ്റന്റ് കാണും. അവൻ വന്ന് നോക്കുമ്പോൾ ആ ബോഡി കാണും. അസിസ്റ്റന്റ് ഉടനെ തന്നെ ബാക്കി പോലീസ് ഓഫീസേഴ്സിനോട് വരാൻ പറഞ്ഞിട്ട് ഒലീവിയയും കൂട്ടി ഡിറ്റക്റ്റീവിനടുത്തേക്ക് പോകും. അവിടെ എത്തുമ്പോൾ കാര്യങ്ങൾ അറിഞ്ഞ ഡിറ്റക്റ്റീവ് ചോദിക്കും, നിങ്ങൾ ഇവിടെയുള്ള ആളല്ല, എന്നിട്ടും നിങ്ങൾ എങ്ങനെ ആ സ്ഥലം കണ്ടുപിടിച്ചു? നിങ്ങൾ എന്ത് ട്രിക്കാണ് ഉപയോഗിക്കുന്നത്?
ഈ സമയം ഒലീവിയയ്ക്ക് വീണ്ടും ഒരു വിഷൻ വരും. ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു, നെഞ്ചിൽ ആ പെന്റഗ്രാം സിംബൽ ഉണ്ട്, അവിടെ മറ്റൊരാളും ഉണ്ടാവും. എന്നാൽ അയാളുടെ മുഖം ഒലീവിയ കാണില്ല, പക്ഷെ അയാളുടെ കയ്യിലെ ടാറ്റു ഒലീവിയ കാണും. പെട്ടെന്ന് ഒലീവിയയുടെ ബോധം പോവും. ഡിറ്റക്റ്റീവ് അസിസ്റ്റന്റിനോട് വെള്ളം എടുത്തിട്ട് വരാൻ പറയും. ഡിറ്റക്റ്റീവ് ആ വെള്ളം കൊണ്ട് എന്താവും ചെയ്തിട്ടുണ്ടാവുക? യൂഷ്വലി ബോധം പോയ ഒരാളുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു കൊടുക്കും അല്ലേ? പക്ഷെ ഇവിടെ നടന്നത് ഇതെന്ത് രീതിയാടാ? റഷ്യൻ പ്രിസണിലെയോ? അതോ ഇനി ഒലീവിയ ബോധം പോയതുപോലെ അഭിനയിക്കുവാണെന്ന് വെച്ച് ചെയ്തതോ? എന്തായാലും ഡിറ്റക്റ്റീവിന്റെ ഇൻട്രൂസീവ് തോട്ട് വിജയിച്ചു. ഒലീവിയയ്ക്ക് ബോധം വരും. അവൾ ഡിറ്റക്റ്റീവിനോട് ഒരു പേപ്പറും പെൻസിലും ചോദിക്കും. അവൾ അതിൽ വിഷനിൽ കണ്ട ആളുടെ കയ്യിലെ ടാറ്റു വരച്ച് കാണിച്ചു കൊടുക്കും. ആ ടാറ്റു കണ്ട ഉടനെ തന്നെ അസിസ്റ്റന്റിന് ആളെ മനസ്സിലാകും. പവ്ലൂഷ ദ ഡെഡ് മാൻ എന്നറിയപ്പെടുന്ന ഒരു ക്രിമിനലിന്റെ കയ്യിലെ ടാറ്റു ആയിരുന്നു അത്. അസിസ്റ്റന്റ് പറയും, ഇവന്റെ ഏരിയയിൽ മിസ്സിംഗ് കേസും കൊള്ളയും കൊലപാതകവും ഒക്കെ ഒരുപാട് വരുന്നതാ, പക്ഷെ ആരും അത് മൈൻഡ് ചെയ്യാറില്ല. മാത്രമല്ല ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ക്രിമിനലുമല്ലെന്ന്, പ്രത്യേകിച്ചും അവന്റെ ഏരിയ വിട്ട് സിറ്റിയിൽ വന്ന് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ഇതൊന്നുമല്ല, ഇതുപോലെ കൊന്ന് ആർട്ടിസ്റ്റിക്കായി പ്രദർശിപ്പിക്കാൻ അവനെ പോലെ ഒരു ലോ ലൈഫിന് കഴിയില്ല, അതിന് സ്കില്ല് വേണമെന്ന്. സംതിങ് ഫിഷി. അങ്ങനെ ഡിറ്റക്റ്റീവ് പവ്ലൂഷ ദ ഡെഡ്മാനെ തിരക്കി അവന്റെ സ്ഥലത്ത് വരും. അവിടെ ഡിറ്റക്റ്റീവ് നമ്മുടെ ഗോഫറിനെ കാണും. ഓർമ്മയില്ലേ, മറ്റേ പൈസക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന പയ്യൻ? അങ്ങനെ ഡിറ്റക്റ്റീവ് ഗോഫറിനോട് ഡെഡ്മാനെ പറ്റി തിരക്കും. പക്ഷെ ഗോഫർ പറയും, എനിക്ക് പറയാൻ പറ്റില്ല സാർ, അവരെന്നെ കൊന്നു കളയുമെന്ന്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഗോഫറിനെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. ഡിറ്റക്റ്റീവ് പുറകെ പോകാൻ നോക്കുമെങ്കിലും ഒരാൾ തടയും. പിന്നെ മുട്ടനടി. പക്ഷെ അപ്പോഴേക്കും ഗോഫറിനെ ഡെഡ്മാൻ കൊല്ലും. ഇവിടെ ഡിറ്റക്റ്റീവിന് നല്ല ഇടി കിട്ടുമെന്നാവുമ്പോഴേക്കും നമ്മുടെ അസിസ്റ്റന്റ് ചെക്കൻ തോക്കുമായിട്ട് വന്ന് എല്ലാവരെയും പേടിപ്പിച്ച് ഓടിക്കും. അവിടെ നിന്ന് ഡിറ്റക്റ്റീവ് ഗോഫർ പോയ സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ ഡെഡ്മാൻ അവനെ കൊന്നിട്ട് ഓടിപ്പോയിട്ടുണ്ടാവും. എന്നാൽ ഡിറ്റക്റ്റീവ് അവനെ ചേസ് ചെയ്ത് പിടിക്കും. എന്നിട്ട് അവനോട് ആ പെൺകുട്ടികളുടെ കൊലയ്ക്ക് പിന്നിൽ നീയാണോ എന്ന് ചോദിക്കും. പക്ഷെ അവൻ പറയും, ഞാനല്ല, എന്നാൽ ആരാണ് കൊന്നത് എന്ന് ഞാൻ കണ്ടു എന്ന്. എന്നിട്ട് അവൻ കണ്ട കാര്യം പറയാൻ തുടങ്ങും. കസാൻസ് കത്തീഡ്രലിൽ വെച്ച് ഒരാൾ ഒരു പെൺകുട്ടിയുടെ ബോഡിയുമായി പോകുന്നത് അവൻ കണ്ടെന്നും ആദ്യം വിചാരിച്ചത് അവൻ അവന് വേണ്ടത് കഴിഞ്ഞിട്ട് അവളെ ഉപേക്ഷിക്കാൻ പോകുവാണെന്നുമാണ്. പക്ഷെ അപ്പോഴാണ് അവളുടെ ബോഡി മുഴുവൻ ബ്ലൂ കളറായി ഇരിക്കുന്നത് ശ്രദ്ധിച്ചതെന്ന് പറയും. അത് കണ്ടപ്പോൾ അത് ചെയ്തവന് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ച് ഡെഡ്മാൻ പോയി അയാളുടെ അടുത്ത് നിന്നും ഒരു വാച്ച് മോഷ്ടിച്ചെന്നും പറയും. എന്നിട്ട് ആ ബോഡിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യത്വവും ഇല്ലാത്ത രീതിയിലാണ് അവളെ കൊന്നേക്കുന്നതെന്ന് അവന് മനസ്സിലായെന്ന് പറയും. അത് കേട്ട് ഡിറ്റക്റ്റീവ് ചോദിക്കും, നീ ഗോഫറിനെ തിളച്ച സൂപ്പിൽ മുക്കി കൊന്നത് പിന്നെ മനുഷ്യത്വമായിരുന്നു എന്ന്. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ അസിസ്റ്റന്റ് വന്ന് അവനെ വെടിവെച്ചങ്ങ് കൊല്ലും. ഡെഡ്മാൻ ഇപ്പോൾ ശരിക്കും ഡെഡ്മാനായി. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇനി അസിസ്റ്റന്റ് ആണോ കില്ലർ എന്ന് തോന്നിയിരുന്നു. പക്ഷെ ആണോ അല്ലയോ എന്നറിയാൻ മൂവി അവസാനം വരെ കണ്ടാലല്ലേ പറ്റൂ. എന്തായാലും ഡെഡ്മാന്റെ കയ്യിൽ നിന്നും ആ വാച്ചും എടുത്ത് ഡിറ്റക്റ്റീവും അസിസ്റ്റന്റും കൂടി ഒരു വാച്ച് കടക്കാരന്റെ അടുത്ത് വരും. അവിടെ നിന്നും അവർക്ക് മനസ്സിലാകും ആ വാച്ച് ഒലീവിയയുടെ ഫ്രണ്ടിന്റെ ആണെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റീവും അസിസ്റ്റന്റും കുറച്ച് പോലീസ് ഓഫീസേഴ്സും കൂടി ഒലീവിയയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വരും. അവിടെ നിന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാകും അയാളല്ല ആ കൊലയൊന്നും ചെയ്തതെന്ന്. കാരണം ആദ്യത്തെ കൊലയൊക്കെ നടക്കുന്ന സമയത്ത് ഇയാളും ഒലീവിയയും സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ ഇല്ലായിരുന്നു. അവർ രണ്ടുപേരും മോസ്കോയിലായിരുന്നു. മാത്രമല്ല അയാൾ ചെയ്തിരുന്നത് ആനിമൽ സാക്രിഫൈസ് ആണ്. അതിന് സഹായിച്ച പെൺകുട്ടി ആ വിവരം പുറത്തു പറയാതിരിക്കാനാണ് ആ വാച്ച് കൊടുത്തത്. ആ ദിവസമാണ് ആ പെൺകുട്ടിയെ കില്ലർ കൊന്നതും ആ വാച്ച് കില്ലർ എടുക്കുന്നതും. അങ്ങനെ നിരപരാധി ആയതുകൊണ്ട് അയാളെ തിരിച്ചു പറഞ്ഞയക്കും. ശേഷം ഡിറ്റക്റ്റീവും ഒലീവിയയും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഡിറ്റക്റ്റീവ് ചോദിക്കും, പെന്റഗ്രാമിന് 5 പോയിന്റ് അല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് 6ാമതൊരാളെ കൊന്നതെന്ന്. അതിന് ഒലീവിയ പറയും, ആ 5 കില്ലും ഹെല്ലിലേക്കുള്ളതാണ്. ഇനി 4 പേരെ കൂടി കൊല്ലും. ഓരോ എലമെന്റ്സിനും ഓരോന്നെന്ന രീതിയിൽ, വാട്ടർ, എർത്ത്, ഫയർ എന്നീ ഓർഡറിൽ. പക്ഷെ ഇത് എങ്ങനെ എവിടെ നടക്കുമെന്നറിയില്ല. എന്നാൽ 9th സാക്രിഫൈസ് ആയ ഫയറിന്റെ സാക്രിഫൈസിൽ കൊല്ലപ്പെടാൻ പോകുന്നത് ഞാനാണെന്ന് ഒലീവിയ പറയും. അതിന് ഡിറ്റക്റ്റീവ്, അതൊരിക്കലും നടക്കില്ല, ഞാൻ നിന്നെ എന്തായാലും രക്ഷിക്കുമെന്ന് പറയും. ചെക്കന് വന്ന് ഒലീവിയോട് ഇച്ചിരി സ്നേഹമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഡിന്നർ കഴിക്കുന്നതിനിടയിൽ ഡിറ്റക്റ്റീവ് ചോദിക്കും, നിനക്ക് റിയലായി ഇങ്ങനൊരു വിഷൻ വരുന്ന കഴിവുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ കുറെ ട്രിക്കൊക്കെ വെച്ച് ആൾക്കാരെ പറ്റിക്കുന്നതെന്ന്. അതിന് ഒലീവിയ പറയും, എനിക്ക് കുഞ്ഞിലെ മുതലേ ഈ വിഷൻസ് വരാറുണ്ടായിരുന്നു. പക്ഷെ അതിന് എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നത് എൻ്റെ ഉള്ളിൽ ഡീമൺസ് ഉണ്ടായിരുന്നെന്നാണ്. എന്നാൽ എൻ്റെ ഈ കഴിവുകൾ കണ്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരാൾ തയ്യാറായി. അയാൾ എൻ്റെ ഈ കഴിവിനെ പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് കണ്ടിരുന്നത്. അയാൾ അങ്ങനെ എൻ്റെ മെന്ററായി, പിന്നെ എൻ്റെ ഹസ്ബൻഡായി. ഞങ്ങൾക്ക് ഒരു കുട്ടിയുണ്ടായി, ഓഡ്രി. അവൾക്ക് വേണ്ടിയാണ് അയാളുടെ പീഡനങ്ങൾ ഞാൻ സഹിച്ചത്. പക്ഷെ ഒരു ദിവസം ഓഡ്രി അസുഖം വന്ന് മരിച്ചു. അതിനുശേഷം അയാൾക്ക് ഭ്രാന്ത് പിടിച്ച പോലായി. ഞാൻ എന്തിനാണ് പൈസയ്ക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ വിഷൻസ് വരുന്ന കഴിവുകൾ എനിക്ക് നഷ്ടമായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ എനിക്കത് തിരിച്ചു കിട്ടിയെന്ന്. അത് പറഞ്ഞ് ഒലീവിയ ഡിറ്റക്റ്റീവിന്റെ കയ്യിൽ പിടിക്കും. അപ്പോൾ ഒലീവിയയ്ക്ക് ഡിറ്റക്റ്റീവിന്റെ വൈഫ് എങ്ങനെയാണ് മരിച്ചതെന്നുള്ള വിഷൻ വരും.
അവർ ഡെലിവറി ടൈമിലായിരുന്നു മരിച്ചത്. അതൊരിക്കലും നിങ്ങളുടെ തെറ്റല്ല, അതിന് സ്വയം ശിക്ഷിക്കരുതെന്ന് ഒലീവിയ ഡിറ്റക്റ്റീവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒലീവിയയ്ക്ക് മറ്റൊരു വിഷൻ വരും. ആ വിഷനിൽ കണ്ട കാര്യങ്ങൾ വെച്ച് അതവിടുത്തെ സെമിത്തേരി ആണെന്നും ആ പെൺകുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും അവർക്ക് മനസ്സിലാകും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റീവും ഒലീവിയയും കൂടി ആ സെമിത്തേരിയിൽ പെൺകുട്ടിയെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് പോകും. ആ കുഴിയിൽ നിന്നും പെൺകുട്ടിയെ രക്ഷിക്കാൻ നോക്കുന്നതിനിടയിൽ ഒലീവിയ തളർന്ന് അവിടെ ഇരിക്കും. അതേസമയം ഡിറ്റക്റ്റീവ് ആ കുഴി മാറ്റി പെൺകുട്ടിയുടെ മുഖം പുറത്ത് കാണും. പക്ഷെ അപ്പോഴേക്കും അവൾ മരിക്കും. ഡിറ്റക്റ്റീവ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒലീവിയെ കാണില്ല. നോക്കുമ്പോൾ ഒരാൾ ഒലീവിയെ തോളിലിട്ടുകൊണ്ട് കുതിരവണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് കാണും. ഡിറ്റക്റ്റീവ് അവനെ ചേസ് ചെയ്ത് ആ കുതിരവണ്ടിയിൽ കയറും. പക്ഷെ അതിൽ നിന്നും വീണ ബോധം പോകും. ഈ സമയം നമ്മുടെ അസിസ്റ്റന്റ് കുതിരവണ്ടിയെ പറ്റി അന്വേഷിച്ച് അത് ശരിയാക്കിയ സ്ഥലം കണ്ടുപിടിക്കും. അവിടെ നിന്നും ആ കുതിരവണ്ടിയുടെ ഓണറിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കും. ആ അഡ്രസ്സിലുള്ള സ്ഥലത്തേക്കായിരിക്കും ഒലീവിയെ കൊണ്ടുവന്നേക്കുന്നത്. അവൾക്ക് ബോധം വന്ന് നോക്കുമ്പോൾ അവളെ ലോക്ക് ചെയ്ത് വെച്ചേക്കുവാകും. അവിടുത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ഒലീവിയയ്ക്ക് മനസ്സിലാവും ഇവിടെ വെച്ചാണ് എല്ലാ കൊലയും നടന്നിരിക്കുന്നതെന്ന്. ഒലീവിയയുടെ ബുക്കും അവിടെ തന്നെ ഉണ്ടാവും. ഇത് കണ്ട് ഉടനെ ഒലീവിയ അവളുടെ ഹെയർ പിൻ ഊരി ആ ലോക്ക് അഴിച്ച് ബുക്കും എടുത്ത് അവിടെ നിന്ന് പുറത്ത് കടക്കാൻ നോക്കും. എന്നാൽ പുറത്തിറങ്ങാനുള്ള ഡോറ് ലോക്കായിരുന്നു. ആ സമയത്താണ് നമ്മുടെ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ അവിടെ വരുമ്പോൾ ആ കുതിരവണ്ടി അവിടെ കിടക്കുന്നത് കാണും. അപ്പോൾ ഇത് തന്നെയാണ് സ്ഥലമെന്ന് അവന് ഉറപ്പായി. അങ്ങനെ ആ കുതിരവണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സൈക്കോ ഒരു ഡോർ തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. ഇയാൾ ഒലീവിയയുടെ ഷോ കാണാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. അയാൾ കുതിരയെ അടിക്കുന്ന ചാട്ടയെടുത്ത് അസിസ്റ്റന്റിനെ ചടാ പടാന്ന് പറഞ്ഞ് 3-4 അടി കൊടുക്കും. അതോടെ അസിസ്റ്റന്റിന്റെ കിളി പോകും. അവനെ സൈക്കോ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കും. പക്ഷെ ചെക്കൻ തോക്കെടുത്ത് 2 വെടിയും കൊടുക്കും. അയ്യോ, അപ്പൊ എന്തായാലും രക്ഷപ്പെട്ടു. ഇനി ഒലീവിയ അവിടെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അസിസ്റ്റന്റ് സൈക്കോയുടെ കയ്യിൽ നിന്നും കീ എടുത്ത് വീടിനകത്ത് കയറാൻ നോക്കുമ്പോൾ ഒലീവിയെ അവിടെ കെട്ടിയിട്ടേക്കുന്നത് കാണും. അവൻ ചെന്ന് പേടിക്കണ്ട, ഞാൻ എത്തി, ചില സമയത്ത് പോലീസ് കറക്റ്റ് സമയത്ത് വരും എന്ന് പറഞ്ഞ് ഒലീവിയയുടെ കെട്ടഴിക്കുമ്പോഴേക്കും അപ്പോൾ നേരത്തെ മരിച്ചത് സൈക്കോ അല്ലായിരുന്നല്ലേ. ബോധം വന്ന ഡിറ്റക്റ്റീവ് കുറച്ച് പോലീസുമായിട്ട് അങ്ങോട്ടേക്ക് വരും. പക്ഷേ നമ്മുടെ പാവം അസിസ്റ്റന്റ് ചെക്കനെ കൊന്ന് കെട്ടിത്തൂക്കിയേക്കുന്നതാവും കാണുന്നേ. അവിടെ നിന്ന് വീണ്ടും ആ വീടിനടുത്ത് ചെല്ലുമ്പോൾ മറ്റേ സൈക്കോയുടെ കൂട്ടാളി മരിച്ചു കിടക്കുന്നത് കാണും. അത് കഴിഞ്ഞ് അകത്ത് കയറി നോക്കുമ്പോൾ ഒരു ബാത്ത് ടബ് പോലുള്ള സാധനത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ ബോഡി കിടക്കുന്നത് കാണും. അവിടെ നിന്ന് പിന്നെയും നോക്കി പോകുമ്പോൾ മരണപ്പെട്ട പെൺകുട്ടികളെ ടോർച്ചർ ചെയ്ത മുറിയും അവിടെ ആ ബുക്കും ഡിറ്റക്റ്റീവ് കാണും. അതിൽ 9th സാക്രിഫൈസിന്റെ പേജിൽ ഒരു ഫയർ വർക്സിന്റെയും സർക്കസിന്റെയും പോസ്റ്റർ ഉണ്ടാവും. അത് കണ്ട് ഡിറ്റക്റ്റീവിന് മനസ്സിലാകും ഒലീവിയെ അങ്ങോട്ടേക്കാണ് സൈക്കോ കൊണ്ടുപോയേക്കുന്നതെന്ന്. ഈ പരിപാടി നടക്കുന്ന സ്ഥലത്താണെങ്കിൽ ആൾക്കാർ എന്തോ വലിയ പെർഫോമൻസ് കാണാൻ പോകുക എന്ന സന്തോഷത്തോടെ നിൽക്കുമായിരിക്കും. ഒലീവിയ അവിടെ കിടന്ന് നിലവിളിക്കും. എന്നാൽ എല്ലാവരും അതൊരു പെർഫോമൻസ് ആണെന്ന് പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അവിടെ കാണാൻ വന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് സൈക്കോ അവന്റെ ഹുഡി അഴിക്കും. ഒലീവിയ നോക്കുമ്പോൾ ദേ ജെയിംസ്, ഇയാൾ ചത്തില്ലായിരുന്നു. ജെയിംസ് ആണെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ മോളെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഒലീവിയെ കെട്ടിയിട്ടേക്കുന്ന സ്ഥലത്തിന് ചുറ്റും തീയിടും. മരിച്ചവരെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നത് തെറ്റാണെന്ന് എത്ര പറഞ്ഞിട്ടും ജെയിംസ് കേൾക്കില്ല. ആ സമയം അവിടേക്ക് നമ്മുടെ ഡിറ്റക്റ്റീവ് വരും. ഒലീവിയയുടെ പുറത്തേക്ക് ഫ്യൂവൽ ഒഴിക്കാൻ നിൽക്കുന്ന ജെയിംസിനെ ഡിറ്റക്റ്റീവ് ഷൂട്ട് ചെയ്യും. ജെയിംസിന്റെ പുറത്ത് തീ പിടിക്കും. അതേസമയം ഇങ്ങ് സൈക്കോയുടെ വീട്ടിൽ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന പെൺകുട്ടിയുടെ ശരീരത്തിന് ജീവൻ വരാൻ തുടങ്ങും. ഡിറ്റക്റ്റീവ് പെട്ടെന്ന് തന്നെ ഒലീവിയെ അവിടെ നിന്നും രക്ഷിക്കുന്നു. ആ സമയം ജെയിംസ് തീ പിടിച്ച് കത്തി മരിക്കുന്നു. ജെയിംസ് മരിച്ച അതേ നിമിഷം അവന്റെ മകൾക്ക് ജീവൻ വരുന്നു. അപ്പോൾ ഡിറ്റക്റ്റീവ് അവിടെ ബോധമില്ലാതെ കിടക്കുന്ന ഒലീവിയെ മടിയിൽ കിടത്തി ഒന്നും പറ്റിയിട്ടുണ്ടാവരുതേ എന്ന് വിചാരിച്ച് നോക്കിയിരിക്കുവാവും. ഭാഗ്യത്തിന് ഒലീവിയയ്ക്ക് ബോധം വരും. അതോടെ ഡിറ്റക്റ്റീവും ഹാപ്പി, ഒലീവിയയും ഹാപ്പി. പക്ഷേ മരണത്തിൽ നിന്നും തിരിച്ചു വന്ന പെൺകുട്ടി ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അതൊരു സസ്പെൻസായി നിന്നുകൊണ്ട് മൂവി അവസാനിക്കുന്നു. എങ്ങനെയുണ്ട് ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മൂവി നിങ്ങൾക്കറിയാമെങ്കിൽ എന്തായാലും റെക്കമെൻഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.